മലയാളികൾ വീണ്ടും ദുരന്തമുഖത്ത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേര് ഇപ്പോൾ കണ്ണൂർ മൗണ്ടനോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരൊക്കെ എന്താണ് പറയാനുള്ളത്, അവരുടെ വാക്കുകൾ കേൾക്കാം. ஓடி வந்தனே சளியெல்லாம் போட்டு எங்களை அமிக்கிடுச்சு. ஒரு வண்டி குறுக்க நிற்கலைன்னா நாங்கள் கீழே போயிருந்தோம். பஸ் ஸ்டாப்பில் நிற்கிருந்தோம். தோட்டத்தொழிலாளியாണോ? தோட்டத்தொழிலாளி நாங்கள் மீனாட்சி எஸ்டேட்டில் வேலை செய்யறோம். വലിയ ശബ്ദം ഉണ്ടായിരുന്നു. சத்தம் ரைட்டாக கேட்டு ரொம்ப சத்தம் ஒன்றும் கேட்கல. ദൈവത്തിന്റെ ഭാഗ്യം. എന്താ ചോദിക്കാന്ന് എന്ത് സംഭവിക്കാന്ന് മനസ്സിൽ തോന്നി ആ സമയത്ത്? മണ്ണ് വരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കാന്ന്? എന്താ സംഭവിക്കുന്നത് എന്താന്ന് നമുക്കറിയില്ല. எப்படி வந்தோம்னு தெரியல. ஓடி வந்ததுல எப்படி வந்தோம்னு எங்களுக்கு தெரியல. ஓடி வந்ததுதான் தெரிஞ்சு திருப்பி அந்த ஹோட்டல் கிட்ட விழுந்தது மட்டும் தான் எனக்கு தெரிஞ்சு. திருப்பி எப்படி வந்தோம்னு தெரியல. ബാങ്ക് പോവാണ് വന്ന് ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നത്. ബസ് സ്റ്റോപ്പിൽ കുറച്ച് സമയം നിന്നിരുന്നோம்னா எங்களையும் நாங்களும் குடுங்கி அது கொஞ்சம் அதை பார்த்து ஓடுனதுனால பிரச்சனை இல்லை. കുറെ ആളുകൾ വേറെ ഉണ്ടായിരുന്നല്ലോ. കുറെ ആളുകൾ ആ സമയത്ത് കുറെ ആൾ ആരും ഇല്ല. എല്ലാം പോയി സമയത്ത് ഉള്ളിലേക്ക് ആളുണ്ടായിരുന്നു. റോഡിൽ കണ്ടവരെ രക്ഷപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒന്നുമില്ല. ചേച്ചിക്ക് എന്താ പരിക്ക്? എന്തെങ്കിലും പറ്റിയോ? കയ്യിലൊക്കെ മാറ്റുണ്ടായിട്ടുണ്ട്. മണ്ണിൽ ചളിയിൽ. അതെ 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 അങ്ങനെ മനസ്സിലാവുന്നു. ചേച്ചിയുടെ പേര് ഒരു വിഷ്വല് വന്നിട്ടുണ്ട്. ആ വിഷ്വല് ഉള്ളത് ചേച്ചിയാണോ? ഒരു CCTV ലോറിക്കടിയിൽ ചീപ്പ് കല്ല് കിടന്ന് അതായത് മേപ്പാടിക്ക് ഇറങ്ങി വന്നതാണ്. ഞങ്ങൾ വന്നിട്ട് ബസ്സിന് കാത്തിരിക്കുമ്പോ അങ്ങനെ സംഭവം മുകളിൽ നോക്കിക്കൊണ്ടിരുന്ന ആള് ചെറുതായിട്ട് കുറച്ചുണ്ടായിരുന്നു. ഫസ്റ്റ് ആദ്യം ചെറുതായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോകാനായിട്ട് വന്നപ്പോ തന്നെ പെട്ടെന്ന് മണ്ണ്. ബസ് സ്റ്റോപ്പിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു? ഇല്ലല്ല, വേറെ ആൾക്കാരില്ല. അവർ മൂന്നാളുണ്ടായിരുന്നു. അവരെന്തായാലും അറിയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ബസ് സ്റ്റോപ്പിൽ ഇല്ല, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇല്ല, അവിടെ ആരില്ല. പാൽരാജ്. ഈ മണ്ണൊക്കെ അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് തന്നെയല്ലേ ഒലിച്ചു വന്നത്? ആ മുകളില് സിമെന്റൊക്കെ അടിച്ചു വെച്ചിരുന്നത്. ആ മണ്ണ് കൊണ്ട് മുകളിലാണ് താഴെ വന്നത്. ഈ മണ്ണ് കൂട്ടിയിട്ട പ്രശ്നം നിങ്ങൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? നമ്മള് വീട്ടിന് തൊട്ടടുത്ത് മണ്ണ് അങ്ങനെ മുകളിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. പേടിയുണ്ട് ഞങ്ങൾക്ക്. പേടിയുണ്ട്. അവരൊക്കെ പറഞ്ഞ് ഇഷ്ടമൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റുകാർ പരാതി കൊടുത്തിട്ട് അവർ മണ്ണിടണ്ടാന്ന് പറഞ്ഞിരിക്കണേ. അവർ മാനേജറൊക്കെ പോയി പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് വന്ന് അവിടെ മണ്ണ് കൊട്ടിട്ടുണ്ട്. മണ്ണ് മാറ്റിയിട്ടില്ല. മണ്ണ് അവിടെ തന്നെ ഉണ്ട്. ആ മണ്ണുണ്ട്. വീട്ടിൽ തൊട്ടടുത്ത് കുറെ ദിവസമായി പ്ലാസ്റ്റിക് പൊത്തി വെച്ചിരിക്കണം. അവിടെ പ്ലാസ്റ്റിക് പൊത്തി വെച്ചിട്ട് ഡെയിലി അവിടെ കാറ്റ് വന്നിട്ട് പറന്നിടും. പിന്നെ വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് ഒലിച്ചു വരുന്നുണ്ടായിരുന്നോ? മണ്ണ് ഒലിച്ചു അതിൽ തന്നെ വെള്ളം പറഞ്ഞിട്ടുണ്ട്. വെള്ളം അടിച്ചു പറഞ്ഞിട്ടുണ്ട്. ജോലിയുണ്ട് അവിടെ ഉണ്ട്. നിർത്തി വെച്ചിട്ടില്ല. പണി നടന്നുണ്ട്. ആൾക്ക് ഇന്നല്ല ഇന്നൊക്കെ ആളുണ്ടായിരുന്നു. ഇന്നലൊക്കെ ആളുണ്ടായിരുന്നു അവിടെ മുകളിൽ. മഴ ഉണ്ടായിരുന്നു. നല്ല മഴയാണ്. സ്റ്റേറ്റിൽ പണിയില്ല. ഇന്നലെ നല്ല മഴയിൽ മണ്ണ് ഇടിയുന്നുള്ളൊരു പേടി നമുക്കുണ്ട്. ഒരു ഭാര്യ മാത്രമാണ് രാത്രി വന്നിട്ട് ഇവിടെ സ്റ്റോറിന്റെ സോമോക്കോസിൽ വന്ന് കിടക്കും. പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത് വീടാണ്. വീടിന്റെ മുകളിൽ മണ്ണ് കയറ്റി വെച്ചിരിക്കണ് കൂടുതൽ. പണിയെടുത്തുകൊണ്ടിരുന്നു.
പണി എന്താണ് നിങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ, അവിടെ എത്ര വീടുണ്ടാവും? ഇവിടെ ലൻസാ പാടിയാ പാടിയാ എസ്റ്റേറ്റ് പാടി എല്ലാം മുകളിലാണ് ഈ മണ്ണ്. മണ്ണുണ്ട് മുകളിൽ നമ്മൾ പാടി കുന്നിലെ ഉള്ളതാ. അതായത് അപ്പോൾ അവിടെ നിന്ന് വരണ മണ്ണ് വന്നാല് പാടിയൊക്കെ പോകും. അതായത് ഇപ്പൊ ഇടിഞ്ഞ മണ്ണല്ലാതെ വേറെ സ്ഥലത്ത് നിങ്ങളെ പാടിയുടെ അടുത്ത് വേറെ മണ്ണ് മണ്ണുണ്ട് ഉണ്ട്. ഇവർ വന്ന് ലോറിയിൽ കൊണ്ടുപോയിട്ട് ഇട്ട് വെച്ച മണ്ണുണ്ട്. ഇപ്പൊ ഈ മണ്ണടിച്ചിൽ നിങ്ങളുടെ പാടികൾക്ക് എന്തെങ്കിലും അതാ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയാണെങ്കിലും സംഭവിക്കാം. അതായത് ഇവരൊരു അത് മഴ പെയ്ഞ്ഞാൽ സംഭവിക്കും. ഇതൊരു കോൺക്രീറ്റ് കൊണ്ട് ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയല്ലോ, അതങ്ങനെ താങ്ങി നിർത്താൻ കഴിയുമോ ഈ കോൺക്രീറ്റിന്? അതാണ് കൊണ്ടുവന്നത്. അത് അങ്ങനെ ഉള്ളതാണ് കൊണ്ടുവന്നത്. ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ വെള്ളം ഓസിൽ വരണമ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ചായ പിടിക്കാൻ വരുമ്പോൾ വെള്ളം ഓസിൽ അടിക്കുന്ന പോലെ വെള്ളം അടിച്ചുകൊണ്ടിരുന്നു അവിടെ. അവിടുന്ന് ഇങ്ങോട്ടോ? ഇങ്ങോട്ട് താക്കി സിമെന്റില് വെള്ളം ഓസിലടിക്കണം പോലെ അടിച്ചുകൊണ്ടിരുന്നു. സിമെന്റ് പതിച്ചെടുത്തു വെള്ളം പുറത്തോട്ട് വന്നു. മണ്ണിൽ ഇറങ്ങുന്ന വെള്ളം അങ്ങോട്ട് വന്നത്. അത് ഉറവുള്ള ഇടമാണ് അത്. ഇന്നലെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ അന്നേരം തന്നെ ഏറെക്കുറെ അതാ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഇതുപോലെ ശക്തമായ മഴ പെയ്യുവാണെങ്കിൽ ആ മണ്ണ് പോരാൻ സാധ്യത ഉണ്ടായിരുന്നു മനസ്സിലാക്കാം. ആ മണ്ണ് വരണകൊണ്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം 3 ദിവസം കുറച്ച് ഇടിഞ്ഞിടിഞ്ഞ് വന്നതാണ്. അവർ സിമെന്റ് വെച്ചതൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വന്നതാണ്. കുറച്ച് ഇടിഞ്ഞ് വന്നു. ഇന്ന് കൂടുതലായി ഇടിഞ്ഞ് വന്നു. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാപ്പിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇടിഞ്ഞിക്കണമെന്ന് ചോദിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു. ആരെങ്കിലും ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരെ പറഞ്ഞിരുന്നോ ഇങ്ങനെ വെള്ളം അതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അല്ല, പാടിക്കാർ പരാതി കൊടുത്തിരുന്നോ? പാടിക്കാർ അവിടെ കമ്പനിയിൽ ചോദിച്ച് അവർ ഇവിടെ കൊട്ടണമെന്ന് പറഞ്ഞാൽ അപ്പുറം പിന്നെ പോയി കൊട്ടിയിട്ടില്ല. അവിടെ മണ്ണ് കൊട്ടിയിട്ടില്ല. മുകളിൽ ഈ താഴെ ഈ പറയുന്ന സിമെന്റ് തേച്ചെടുത്ത് വെള്ളം വരുന്ന കണ്ടോണ്ട് ആരും പറയുന്നില്ല. അവർക്ക് കാണിച്ചു കൊടുത്ത് അവരിങ്ങനെ വരേണ്ടവർക്ക് അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. പണിയെടുക്കുന്നവർക്ക് വലിയ ആൾക്കാർക്ക് കാണിച്ചു. മണ്ണ് വരുന്നത് കാണുന്ന സമയത്ത് പേടി